പിന്നെ ഒരുപാട് സമയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനസ്സിനെ പിടിച്ചു നിൽക്കുന്നത് പലർക്കും കാണാൻ കഴിഞ്ഞു എന്നാണ്. എത്രയോ സഹാബത്തിന്റെ മയ്യത്ത്, എത്രയോ സന്തത സഹചാരികളുടെ റൂഹ് പിരിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു എന്നാണ്. സൈനബ് റളിയല്ലാഹു തആല അൻഹു അതുപോലെയുള്ള പ്രിയപ്പെട്ടവരൊക്കെ മരണപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണുനീര് എങ്ങനെ ഒഴുകി എന്ന് പോലും എന്റെ പ്രിയപ്പെട്ടവരെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നു. നൂറുകണക്കായ ഹദീസുകളിലൂടെ പറയുമ്പോൾ നമുക്ക് കരച്ചിലൊക്കെ വരും. സംഭവം ശരിയാണ്. ഇപ്പൊ എന്റെ വീട്ടിൽ എനിക്ക് വേണ്ടപ്പെട്ടവർ മരിച്ചാൽ ഞാനും കരയും, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ മരിച്ചാൽ നിങ്ങളും കരയും. പക്ഷേ ഈ കരച്ചിലിനൊരു മര്യാദയുണ്ട്. മരണ വീട്ടിൽ നെഞ്ചത്തടിച്ച് മാറത്തടിച്ച് എന്റെ മച്ച പോയേന്നും പറഞ്ഞ് രണ്ട് കൈയും കൊണ്ട് നെഞ്ചത്തൊരൊറ്റ വിളിയാ, നൈറ്റി മാക്സിയൊക്കെ വലിച്ചു കീറി ഇതാ കിടക്കും. പിന്നെ എങ്ങനെ ഈ മരണ വീട്ടിൽ നിന്ന് ചെറുപ്പക്കാർ മാറി നിൽക്കും? നിങ്ങൾ എന്താ വിചാരിച്ചത്? നിങ്ങൾ ആലോചിക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ, മരണ വീടുകളിൽ നമ്മുടെ മനസ്സിന് പ്രയാസം വരുമ്പോഴും സന്തോഷം വരുമ്പോഴാണ് ഇബ്ലീസ് പെട്ടെന്ന് മനസ്സിലേക്ക് കയറുക. ഏറ്റവും അധികം സന്തോഷം വരുമ്പോഴും ഏറ്റവും അധികം സങ്കടം വരുമ്പോഴും ശപിക്കപ്പെട്ടവനാണ് ഇബ്ലീസുൽ ലഈൻ ലഅനത്തുല്ലാഹി അലൈഹി നമ്മുടെ മനസ്സിനെ പിടിച്ചടക്കുമെന്ന്. അതുകൊണ്ട് ഒരുപാട് ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ ഇന്ന് പല സ്ഥലങ്ങളിലും കല്യാണത്തിന്റെ അന്നും നിസ്കരിക്കൂല, ആരെങ്കിലും മരിച്ചാൽ മരണത്തിന്റെ അന്ന് നിസ്കരിക്കൂല. ഈ രണ്ട് സമയം ഒഴിച്ച് ബാക്കിയുള്ള ദിവസമൊക്കെ ഭയങ്കര നിസ്കാരം. കാരണം ഈ 2 ദിവസം ഇബ്ലീസാണ് അവന് നേതൃത്വം കൊടുക്കുന്നത്. നമ്മളതിൽ പെട്ടുപോകരുത്. അതുകൊണ്ട് സഹോദരങ്ങളെ, മരണ വീട്ടിലെ നെഞ്ചത്തടിയും മാറത്തടിയും ഒക്കെ നിർത്തിവെച്ചിട്ട് കരഞ്ഞോ, നിനക്ക് കരയാമതിന് മര്യാദയുണ്ട്. പക്ഷേ എന്തിനാണ് കരയേണ്ടത്? ഈ പ്രിയപ്പെട്ട മരണപ്പെട്ടു പോയ സഹോദരന്റെ ഖബറിന്റെ രക്ഷയോർത്തുകൊണ്ട് അള്ളാഹു എന്റെ പ്രിയപ്പെട്ടവനാണ്, ഭർത്താവാണ്, അതുകൊണ്ട് ആ ഭർത്താവിന്റെ ഖബർ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. എന്റെ മക്കൾക്ക് വേണ്ടി ജീവിച്ചവനാണ്, എനിക്ക് വേണ്ടി ജീവിച്ചവനാണ്, ഞാൻ എന്തു പറഞ്ഞാലും എന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നവനാണ്. വിദേശ രാജ്യത്ത് കിടന്ന് എന്റെ പ്രിയപ്പെട്ടവൻ കഷ്ടപ്പെടുമ്പോ ഞാൻ എന്താവശ്യപ്പെട്ടാലും എന്റെ മുമ്പിലേക്ക് കൊണ്ടുകൊണ്ട് തന്നവനാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഇന്ന് മുതൽ ബർസഖിന്റെ ജീവിതത്തിന് തുടക്കം കുറിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ് എന്നോർത്തുകൊണ്ട് കരയാമത് മാത്രമല്ല, ബഹുമാനപ്പെട്ട ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹയോട് അബൂ സലമ റളിയല്ലാഹു തആല അൻഹു പഠിപ്പിച്ചു കൊടുത്ത ദിക്ർ എന്താണ്? അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തതാണ്. അല്ലാഹുമ്മ അജ്റുനി ഫീ മുസീബതി വഖ്ലിഫ്നി ഖൈറൻ മിൻഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്തു പോയിരുന്നിട്ട് ബഹുമാനപ്പെട്ട അബൂ സലമ റളിയല്ലാഹു തആല അൻഹു പഠിച്ചുകൊണ്ട് വന്ന ദിക്റാണ്. ഉമ്മു സലമയോട് പറഞ്ഞു കൊടുത്തു, പെണ്ണേ, വിലപ്പെട്ടത് എന്തെങ്കിലും നിനക്ക് നഷ്ടപ്പെട്ടു പോയാൽ, ഏറ്റവും വേണ്ടപ്പെട്ട വിലപ്പെട്ടത് എന്തെങ്കിലും നിനക്ക് നഷ്ടപ്പെട്ടു പോയാൽ പെണ്ണെ ഈ ദിക്ർ പറയാ. അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. എന്ത് ദിക്റാണെന്ന് ചോദിച്ചപ്പോ അബൂ സലമ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുന്നു, അല്ലാഹുമ്മ അജ്റിനി ഫീ മുസീബതി വഖ്ലിഫ്നി ഖൈറൻ മിൻഹാ. അല്ലാഹുവേ, എനിക്ക് സംഭവിച്ചു പോയ വിപത്തിൽ നീ എനിക്ക് പ്രതിഫലം തരണേ റഹ്മാനെ. വഖ്ലിഫ്നി ഖൈറൻ മിൻഹാ, അതിനേക്കാൾ ശ്രേഷ്ഠമായത് എനിക്ക് നീ പകരം തരണേ തമ്പുരാനെ. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ഈ ദിക്ർ പറഞ്ഞു കൊടുത്തപ്പോ അബൂ സലമ റളിയല്ലാഹു അൻഹു തന്റെ ഭാര്യയോട് പഠിപ്പിച്ചു കൊടുത്തു. ഭാര്യ മനസ്സുകൊണ്ട് ആ ദിക്ർ പഠിച്ചു വെച്ചിരുന്നു. അവസാനം ഒരുപാട് ദിവസം കഴിഞ്ഞപ്പോ അബൂ സലമ റളിയല്ലാഹു തആല അൻഹു മരണപ്പെട്ടു പോയി. ഈ ദിക്ർ പഠിപ്പിച്ചു കൊടുത്ത നബി തങ്ങൾ പറഞ്ഞു കൊടുത്ത ദിക്റും കൊണ്ട് വീട്ടിൽ നിന്ന് ഭാര്യയ്ക്ക് പഠിപ്പിച്ചു കൊടുത്ത അബൂ സലമ റളിയല്ലാഹു അൻഹു മരിച്ചുപോയി. മരിച്ചുപോയപ്പോ ഭർത്താവ് മരിച്ച 4 മാസവും 10 ദിവസവും ഇദ്ദ ഇരിക്കണമെന്ന്. സഹോദരിമാർക്ക് ഈ പരിസരത്തൊക്കെ വനിതാ ക്ലാസിന്റെ അവസ്ഥയൊന്നും എനിക്കറിയില്ല. എന്നാലും എന്റെ പ്രിയപ്പെട്ടവരെ, പഠനവേദികൾ നടത്തി സഹോദരിമാർക്ക് ഇദ്ദയുടെ കാലാവധിയും ഇദ്ദയുടെ സൂക്ഷ്മതയൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും. ഇല്ലെങ്കിൽ അത് അപകടമാണ്. ആ സമയത്ത് അവരാരും പിന്നീട് പഠിക്കാമല്ലോ, ഭർത്താവ് മരിച്ചിട്ടല്ലേ, ഒന്നും പറയാൻ നമുക്ക് പറ്റൂല. നമ്മുടെ ഇദ്ദയുടെ കാലാവധി സഹോദരിമാർ അറിഞ്ഞിരിക്കണം, അത് പഠിക്കണം. ആവശ്യമില്ലാത്തതെല്ലാം പഠിച്ച് ആവശ്യമുള്ളത് മുഴുവനും ഒഴിവാക്കുന്ന ഒരു രംഗം നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അവനെ 4 മാസവും 10 ദിവസവും ഈ ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഇദ്ദ ഇരുന്നപ്പോ ഈ ദുആയാണ് പഠിച്ചത്. ഭർത്താവ് പഠിപ്പിച്ചു കൊടുത്ത ദുആ. അള്ളാന്റെ ഹബീബ് നിന്റെ നേതൃത്വത്തിൽ ഭർത്താവ് തന്റെ വീട്ടിൽ വന്ന് പഠിപ്പിച്ചു കൊടുത്ത ദുആ. എന്ത് ദുആ? അല്ലാഹുമ്മ അജ്റുനി ഫീ മുസീബതി വഖ്ലിഫ്നി ഖൈറൻ മിൻഹാ.
അല്ലാഹുവേ എനിക്ക് സംഭവിച്ച എന്റെ വിപത്ത് എന്റെ ഭർത്താവ് എന്നോട് വിട പറഞ്ഞു പോയതാണ്. എത്ര സ്നേഹമായിരുന്നു അല്ലാഹ്, എത്ര സന്തോഷമായിരുന്നു അല്ലാഹ്. വഖ്ലിഫ്നീ ഖൈറൻ മിൻഹാ, ആ ഭർത്താവിനേക്കാൾ നല്ല ഒരു ഉത്തമ കുടുംബനാഥന് എനിക്ക് പകരം തരണേ അല്ലാഹ് എന്നാണ് ആ ദിക്റിന്റെ അർത്ഥം. മക്കൾ മരിച്ചാലും എന്തെങ്കിലും സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോയാലും ഭർത്താവ് മരിച്ചാലുമെല്ലാം സഹോദരിമാര് ദിക്റ് ചൊല്ലണം. ഭാര്യമാര് മരിച്ചാലും നിങ്ങൾ അങ്ങനെ തന്നെയാണ് ദിക്റ് ചൊല്ലണം. അങ്ങനെ ദിക്റ് ചൊല്ലുമ്പോ അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ച ദിക്റിന്റെ മഹത്വമുണ്ടല്ലോ, ആ ദിക്റിന് പകരമായി മരിച്ചുപോയവരെക്കാൾ ശ്രേഷ്ഠമായവരെ നിങ്ങൾക്ക് അല്ലാഹു തിരിച്ചു തരുന്നതാണ്. ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു തആല മനസ്സുകൊണ്ട് സഹാബത്തിനോട് പറയുന്ന, സഹാബ എന്റെ ഭർത്താവ് മരിച്ചപ്പോ അതിനേക്കാൾ ഉത്തമനായവനെ തിരിച്ചു തരണമെന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ദിക്ർ ഞാൻ ചൊല്ലിയെങ്കിലും എന്റെ മനസ്സിലറിയാ ആരാണ് ദുനിയാവിൽ അയാളെക്കാൾ ശ്രേഷ്ഠമായത്. എന്റെ ഭർത്താവിനേക്കാൾ എന്നെ സ്നേഹിച്ചവരാരുമില്ലല്ലോ, എന്റെ ഭർത്താവിനേക്കാൾ ദീനുള്ളവരാരുമില്ലല്ലോ, എന്റെ ഭർത്താവിനേക്കാൾ എന്റെ കുടുംബം പോറ്റുന്നവരാരുമില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് എനിക്കിനി ആരാണ് ഇതിന് പകരം വരാറുള്ളത്? ഭർത്താവിനേക്കാൾ മെച്ചമായത് ദുനിയാവിൽ വേറെ ആരുമില്ല. ഞാൻ കണ്ട മനുഷ്യരിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടനാണ് അബൂസലമ. അബൂസലമ മരണപ്പെട്ടു പോയപ്പോ ഇനി അബൂസലമയ്ക്ക് പകരം ആരാണ് എനിക്ക് വരാനുള്ളത്? പക്ഷേ ഫലമംഗലത്തെ യുദ്ധത്തി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നു, എന്റെ ഇദ്ദയുടെ കാലാവധി കഴിഞ്ഞപ്പോൾ ഖത്തബനി റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ വിവാഹാലോചനയുമായി ചെല്ലുകയാണ്. ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നു, 40 ദിവസം ഞാൻ ഇദ്ദയിരുന്നുകൊണ്ട്, 4 മാസവും 10 ദിവസവും ഇദ്ദയിരുന്നുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ വിയോഗത്തിന്റെ ദിക്ർ ഞാൻ അങ്ങ് ചൊല്ലിയപ്പോ, റസൂലുള്ളാഹി പഠിപ്പിച്ച ദിക്ർ അങ്ങ് ചൊല്ലിയപ്പോ എന്റെ ഭർത്താവിനേക്കാൾ ഉത്തമനായ ഭർത്താവിന് പകരം തരണമെന്ന് കരഞ്ഞുകൊണ്ട് എന്റെ പടച്ച റബ്ബിനോട് പറഞ്ഞപ്പോ അല്ലാഹു എനിക്ക് സമ്മാനമായി തന്നതാരാ? റസൂലുള്ളാഹി തിങ്കൾ ഹബീബുള്ളാഹി തൊയ്വ പദീം ജീവേ തൗഹീദൊളി നീലാവേ അർശും കുർസിനും അധിപതിയുടയോന് അസനത്ത് ഉലകത്തിലുരച്ച പോയേ. അർശും കുർസിനും അധിപതിയുടയോന് അസനത്ത് ഉലകത്തിലുരച്ച പോയേ. താഹ റസൂലുള്ളാഹി തിങ്കൾ ഹബീബുള്ളാഹി. അല്ലാഹുവിന്റെ റസൂലാണെന്ന് വിവാഹം ആലോചിച്ചു വന്നത്. ആ ദുആ ഞാൻ ചൊല്ലിയത് കൊണ്ട് അള്ളാന്റെ ഹബീബിനെയാണ് പിന്നെ എനിക്ക് ഭർത്താവായിട്ട് കിട്ടിയത്, അൽഹംദുലില്ലാഹ് എന്ന് കരഞ്ഞുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട സഹാബത്തിനോട് ഉമ്മു സലമ റളിയല്ലാഹു തആല വ്യക്തമാക്കി കൊടുക്കുമ്പോ, മരണ വീട്ടിൽ നെഞ്ചത്തടിക്കുന്ന പെണ്ണേ, ഭർത്താവിന്റെ പരലോകരക്ഷ ഓർത്തുകൊണ്ടാണ് കരയേണ്ടത്. ഇന്ന് സ്ത്രീകൾ കരയുന്നതെന്തിനാ? ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് പറഞ്ഞതുപോലെ സിനിമയ്ക്ക് സ്കൂട്ടറിൽ കൊണ്ടുപോകാനെന്നേ ആരുണ്ട് എന്നോർത്തവളതാ കരയുന്നേ. സിനിമയ്ക്ക് സ്കൂട്ടറിൽ കൊണ്ടുപോകാനെന്നേ ആരുണ്ട് എന്നോർത്തവളതാ കരയുന്നേ. അല്ലാഹുവേ പടച്ചവനെ, എന്നെ ഇനി ആരാണ് ഒരു സിനിമ കാണിക്കാൻ കൊണ്ടുപോകാനുള്ളത്? മമ്മൂട്ടിയുടെ ബെക്സാറ്റർ കാണാൻ കൊണ്ടുപോകാൻ എന്റെ പ്രിയപ്പെട്ട ഇക്ക മേരിക്കൊണ്ടൊരു കുഞ്ഞാട് കാണാ പൾസറിന്റെ പുറകിൽ എത്തിയിട്ട് പരനിക്കാവിന്റെ റോഡിലൂടെ നാട്ടുകാർ നോക്കി നിൽക്കുന്നു. എന്റെ കൂട്ടുകാരികളാണ് സ്ത്രീകളൊക്കെ അത്ഭുതപ്പെടുമ്പോ അവരുടെ മുന്നിലൂടെ അന്തസ്സോടെ എന്നെ കൊണ്ടുപോറ എന്റെ പ്രിയപ്പെട്ട ഇക്ക ഉത്സവം കാണാൻ കൊണ്ടുപോറ ഇക്ക വീകാലാനിന്റെ കൃത്രിമ കടപ്പുറത്ത് എന്നെ കൊണ്ടുവന്നിട്ട് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നെ കടലിലേക്ക് വലിച്ചെറിഞ്ഞ ഇക്ക നാളെ ആരാണ് എന്നെ കൊണ്ടുപോകാൻ വരുന്നത്? നിങ്ങൾ മരിച്ചുപോയല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന ഒരു ഭാര്യയായി നമ്മുടെ ഭാര്യ മാറാൻ പാടില്ല. അങ്ങനെ സങ്കടപ്പെടുന്ന ഭാര്യയാണെങ്കിൽ വേറൊരു ഭർത്താവിനെ കിട്ടുമ്പോ ആ സങ്കടം അങ്ങ് തീരും, പിന്നെ നമ്മളെ മറക്കും.
അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കഷ്ടപ്പെടുന്നതെങ്കിൽ അതിലൊരു അർത്ഥവുമില്ല. ചില ഭർത്താക്കന്മാരൊക്കെ ഇന്ന് പഴയതുപോലെയല്ല, ഭയങ്കര സ്നേഹമാണ്. ഭാര്യമാരോട് ഭർത്താക്കന്മാർക്കുള്ള സ്നേഹമെന്ന് പറഞ്ഞാൽ അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റൂല. വിളിക്കുന്നത് പോലും എവിടാടാ, നീ എവിടാടാ, ഞാൻ പോരു വഴിയിലാടാ, ഓക്കേടാ. ഭർത്താവ് ഭാര്യ വിളിക്കുന്നതും ഭർത്താവ് ഭാര്യയെ വിളിക്കുന്നതും ഭാര്യ ഭർത്താവിനെ വിളിക്കുന്നതും ഡാഡാണ്. ആലോചിച്ച് നോക്കി. അപ്പൊ ഭയങ്കര സ്നേഹമാണ്. 90 വയസ്സായ ഉപ്പമാര് വരെ മൊബൈലിൽ ഭാര്യയുടെ പേരടിച്ചിട്ടിരിക്കുന്നത് മൈ മോളു എന്നാണ്. എന്റെ മോളു, ചക്കരക്കുട്ടി എന്നൊക്കെയാണ്. ഇന്ന് ഭാര്യയുടെ പേര് വിളിക്കുമല്ലോ, കരള്, കൊടല്. ഇതൊക്കെ ഇങ്ങനെ ഈ ആൽബം കണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൊക്കെ ആ മോഡലിലേക്ക് കാര്യങ്ങൾ നിൽക്കും. വലിയ സ്നേഹമാണ്. പ്രിയപ്പെട്ട ഉമ്മായ വേണമെങ്കിൽ വരെ ഉദരത്തിൽ കത്തി കടത്താൻ ഭാര്യ ഒരു മൂളല് തന്നാ മതി. മക്കള് തയ്യാറാണ്. ഉമ്മായെ തള്ളിപ്പറയാനും ഉപ്പായ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാനും പ്രിയപ്പെട്ട ഭാര്യ ഒന്ന് കണ്ണു കാണിച്ചാൽ റെഡിയാണ്. അതിനൊക്കെ തയ്യാറാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അതുകൊണ്ട് ഭർത്താക്കന്മാര് മരണപ്പെടുമ്പോ നമ്മൾ അങ്ങനെയല്ല ചിന്തിച്ച് കരയാനുള്ളത്. പിന്നെയോ, എന്റെ ഭർത്താവ് എനിക്ക് തന്ന ഭക്ഷണത്തിനും എനിക്ക് തന്ന ചിലവിനും അർഹമായ പ്രതിഫലം നീ പരലോകത്ത് കൊടുക്കണേ അല്ലാ. ഇന്നലെ രാത്രി എന്റെ ശരീരത്തോട് ഒട്ടിച്ചേർന്ന് കിടന്ന എന്റെ പ്രിയപ്പെട്ടവരാണ് ഇന്ന് പച്ചമണ്ണിന്റെ അകത്ത് കിടക്കുന്നതല്ല എന്ന് ഓർത്തുകൊണ്ട് വേണം സങ്കടപ്പെടാൻ. വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. ഏഴാമത് നമ്മുടെ ആത്മാവ് നൊമ്പരപ്പെടുന്നത് എപ്പോഴാണ്? ഏഴാമത് നമ്മുടെ ആത്മാവ് നൊമ്പരപ്പെടുന്നത് എപ്പോഴെന്നറിയുമോ? സന്തൂഖനകത്തേക്ക് നമ്മുടെ മയ്യത്ത് വെച്ചിട്ട് അവിടെ നിന്നതാ 3 ചുവട്ടടി വീട്ടിൽ നിന്ന് മുമ്പോട്ട് കൊണ്ടു നടക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒന്നും മിണ്ടാനാകാതെ, ആരോടും സംസാരിക്കാനാകാതെ നിശ്ചലമായി തളർന്നു പോയ സന്തൂഖിന്റെ അകത്ത് കിടക്കുന്ന എന്റെ പ്രിയപ്പെട്ടവര്, ഇന്ന് മരിച്ചാ നാളെ ഞാനും നിങ്ങളും നേരിടേണ്ടുന്ന രംഗമിതാണ്. അങ്ങനെ കൊണ്ടുപോകുമ്പോ 6ാമത് റൂഹ് വിളിച്ചു പറയുന്നതെന്തെന്നറിയോ? യാ ഹിബായി വയാ ഔലാദി. എന്റെ പ്രിയപ്പെട്ട മക്കളെ, എന്നെ ഇഷ്ടപ്പെടുന്നവര്, എന്റെ കുടുംബക്കാര്, എന്റെ ബന്ധുക്കളെ എന്ന് വിളിച്ചിട്ട് 6ാമത് റൂഹ് വിളിച്ചു പറയുന്നു, നിങ്ങളാരും എന്നെ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകുമ്പോ ദുനിയവിയാര കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടുപോകല്ലേ. എന്റെ മഗ്ഫിറത്തിന് വേണ്ടി, എന്റെ ശരീരത്തിന്റെ മഗ്ഫിറത്തിന് വേണ്ടി പാപമോചനം തേടണമെന്ന് വിളിച്ചു പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മയ്യത്ത് കൊണ്ടുപോകുമ്പോ മൊബൈൽ ചെവിയിൽ വെച്ചുകൊണ്ട് പോകുന്നവരില്ലേ, സിനിമാ പാട്ട് പാടിക്കൊണ്ട് പോകുന്നവരില്ലേ, എന്തിനേറെ മയ്യത്ത് പൊതിയുമ്പോ പോലും ദുനിയാവിന്റെ കാര്യം പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നവരില്ലേ.